കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഖജനാവ് കാലിയായിരിക്കുന്ന അവസ്ഥയിലും ജനപ്രിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി വീണ്ടും കടമെടുപ്പിന് മുതിരുന്ന സർക്കാരിന്റെ നീക്കം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ 3700 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കാനുള്ള ധനവകുപ്പിന്റെ തീരുമാനം യഥാർത്ഥത്തിൽ നിത്യനിദാന ചെലവുകൾക്ക് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാനുള്ള ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ലാത്ത അവസ്ഥയാണുള്ളത്. മാർച്ച് മാസത്തിലെ ശമ്പളം, പെൻഷൻ, മറ്റ് അടിസ്ഥാന ചിലവുകൾ എന്നിവ കണ്ടെത്തുക എന്നത് വലിയൊരു കടമ്പയാണ്. ഇതിനിടയിലാണ് 2 മാസത്തെ കുടിശ്ശികയുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യണമെന്ന രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാവുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വോട്ടർമാരുടെ അതൃപ്തി പരിഹരിക്കുക എന്നത് ഭരണ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യതയാണ്. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ കുബർ സംവിധാനം വഴി ഈ മാസം 24-നാണ് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുക. ഈ തുക കയ്യിൽ കിട്ടുന്നതോടെ ഈ സാമ്പത്തിക വർഷം അനുവദിക്കപ്പെട്ട കടമെടുപ്പ് പരിധിയുടെ അവസാന ഘട്ടത്തിലേക്കും കേരളം പ്രവേശിക്കും. കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധിയിൽ നൽകിയ ചെറിയ ഇളവുകളാണ് സർക്കാരിന് ഇപ്പോൾ തുണയാകുന്നത്. നേരത്തെ കേന്ദ്രം ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ കാരണം ട്രഷറി പൂട്ടേണ്ടി വരുമോ എന്ന ഭീതിയും നിലനിന്നിരുന്നു. എന്നാൽ അവസാന നിമിഷം ലഭിച്ച അനുമതികൾ സർക്കാരിന് ഒരു ശ്വാസം വിടാനുള്ള അവസരം നൽകി. സർക്കാർ കടപ്പത്രം പുറപ്പെടുവിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്കാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വസ്തുതകൾ മറിച്ചാണ്. കടമെടുപ്പ് തുകയുടെ വലിയൊരു ഭാഗവും റവന്യൂ ചെലവുകൾക്കായാണ് വിനിയോഗിക്കപ്പെടുന്നത്. ഇത് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾക്ക് നിരക്കാത്ത ഒന്നാണ്.